LGSൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ദേശീയോദ്യാനങ്ങളാണ്. കേരളത്തിൽ പ്രധാനമായും 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. പക്ഷേ PSCയുടെ ഉത്തരസൂചിക പ്രകാരം 5 ദേശീയോദ്യാനം. ആദ്യം തന്നെ കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങൾ ഏതാണെന്ന് പറയാം. അതൊരു കോഡിലൂടെ ഓർത്തു വയ്ക്കാൻ സാധിക്കും. കോഡ് ഇതാണ്: ആനയും പാമ്പും പെരിയാറിലെ ഇര തേടൽ മതിയാക്കി സൈലൻ്റായി. എന്താണ്? ആനയും പാമ്പും പെരിയാറിലെ ഇര തേടൽ മതിയാക്കി സൈലൻ്റായി. ആനയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനമുടിച്ചോല, പാമ്പ് പാമ്പാടും ചോല, പെരിയാർ പെരിയാർ തന്നെയാണ്, ഇര തേടൽ ഇരവിക്കുളം, മതി മതികെട്ടാഞ്ചോല, സൈലൻ്റായി സൈലൻ്റ് വാലി. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ദേശീയോദ്യാനങ്ങൾ. അപ്പോൾ PSCയുടെ ഉത്തരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് പെരിയാറാണ്. പെരിയാർ 1982 സ്ഥാപിതമായത്. ഇടുക്കിയിലാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാകും. ബാക്കിയുള്ള 5 ദേശീയോദ്യാനങ്ങളാണ് നമ്മൾക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇരവിക്കുളം, സൈലൻ്റ് വാലി എന്നിവയെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. മറ്റുള്ള ദേശീയോദ്യാനങ്ങളുടെ വർഷം, അതുപോലെ തന്നെ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാകും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള ഇരവിക്കുളം, അതുപോലെ തന്നെ സൈലൻ്റ് വാലി എന്നിവയെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ ഇരവിക്കുളമാണ്. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. 1978 സ്ഥാപിതമായി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവിക്കുളമാണ്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളമാണ്. കേരളത്തിലെ വലിയ ദേശീയോദ്യാനവും കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഇരവിക്കുളമാണ്. 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ താലൂക്ക് വരുന്നത് ദേവികുളം. താലൂക്ക് ദേവികുളം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. സോ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. വരയാടുകൾ കാണപ്പെടുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ വരയാട് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം കൂടിയാണ്. വരയാടുകളുടെ ശാസ്ത്രീയ നാമം നീലഗിരി ഹൈലോക്രിയാസ് ടാഗ്രസ്. കൂടാതെ വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ രാജമല ഇരവിക്കുളത്തിൻ്റെ ഒരു ഭാഗമാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവിക്കുളത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇരവിക്കുളം ദേശീയോദ്യാനത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി. സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. 1984 നിലവിൽ വന്നത്. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. 1984 നിലവിൽ വന്നു. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഇത് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്. രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനം കൂടിയാണ്. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നതും സൈലൻ്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നു. കൂടാതെ നിത്യഹരിതവനം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നു, നിത്യഹരിതവനം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നതും സൈലൻ്റ് വാലിയാണ്. പശ്ചിമഘട്ടം, നീലഗിരി എന്നിവയുമായി വ്യാപിച്ചു കിടക്കുന്നത് സൈലൻ്റ് വാലിയാണ്. സൈലൻ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. സൈലൻ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലൻ്റ് വാലി എന്ന പേര് ലഭിച്ചത്. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലൻ്റ് വാലി എന്ന പേര് ലഭിച്ചത്. സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലൻ്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങ് കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്.
ഈ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. എന്താണ് മക്കാക്ക സിലനസ്? വെടിപ്ലാവുകളുടെ കുലീനിയ എക്സാറിലേറ്റ. കുലീനിയ എക്സാറിലേറ്റ. ഓക്കെ. മഹാഭാരതത്തിൽ സൈലന്റ് വാലി സൈരന്ധ്രി എന്നറിയപ്പെടുന്നു. ഓക്കെ. മഹാഭാരതത്തിൽ സൈരന്ധ്രി എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഈ കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ പുഴ എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഈ കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ പുഴ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഇരവിക്കുളം അതുപോലെ തന്നെ സൈലന്റ് വാലിയെക്കുറിച്ചുമാണ്. സോ ഇത് നന്നായി ഓർത്തു വയ്ക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.